ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സീറ്റ് വിഭജനം ഇന്ത്യ സഖ്യത്തിൽ നടക്കുന്നത് പോലെ കേരളത്തിലെ 20 സീറ്റുകളിലേക്കും മത്സരിക്കുന്നതിന് മുമ്പുള്ള ഉഭയകക്ഷി ചർച്ച നടക്കുകയാണ് യു ഡി എഫിന്റെ സീറ്റ് ആർക്കൊക്കെ എവിടെയൊക്കെ നൽകണമെന്ന ശക്തമായ ചർച്ച. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകളിൽ 19 വിജയിച്ച് ശക്തരായി നിൽക്കുന്ന കോൺഗ്രസിന് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 നേടണമെന്ന തീരുമാനത്തെ അരക്കിട്ടുറപ്പിക്കുന്ന തരത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ വേണം ഓരോ ലോക്സഭയിലും നിർത്തുവാൻ. അതുകൊണ്ട് തന്നെ ചർച്ചകൾ വളരെ ശ്രദ്ധേയമായിരിക്കും, ചർച്ചകൾ വളരെ പ്രാധാന്യമുള്ളവയായിരിക്കും. ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായുള്ള ഉഭയകക്ഷി ചർച്ച നടക്കുകയാണ്. കോട്ടയത്താണ് നിലവിൽ അവർ മത്സരിക്കുന്നത്. കോട്ടയത്ത് തന്നെ ഇത്തവണയും വേണമെന്ന ആവശ്യത്തെ കോൺഗ്രസ് അംഗീകരിച്ചേക്കാം. പക്ഷേ താഴെ തട്ടിലുള്ള പ്രവർത്തകർക്ക് ജോസഫ് വിഭാഗത്തിന് കോട്ടയത്തെ സീറ്റ് നൽകുന്നതിൽ വലിയ പ്രതിഷേധമുണ്ട്. അതവർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പ്രകടിപ്പിച്ചതുമാണ്. കോട്ടയത്തെ UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവിടെ കോൺഗ്രസ് മത്സരിക്കണം എന്നുള്ളതാണ് അവരുടെ കൂട്ടമായ ഒരു ആവശ്യം. ആ ആവശ്യത്തെ താൽക്കാലികമായി ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ ജോസഫ് വിഭാഗത്തെ തന്നെ മത്സരിപ്പിക്കുവാനായിരിക്കും UDFന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ തീരുമാനം. അതിന് മറ്റൊരു ലക്ഷ്യം കൂടെയുണ്ട്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിട്ടുവീഴ്ച ആവശ്യപ്പെടുവാനുള്ള സാധ്യതകൾ ഏറെ ആയിരിക്കും. അത്തരത്തിലൊരു വിട്ടുവീഴ്ച ജോസഫ് വിഭാഗവുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് ചർച്ചയിൽ വലിയ സ്പർദ്ധയുണ്ടാക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഒരുപക്ഷെ ഉഭയകക്ഷി ചർച്ച നീണ്ടുപോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അത് കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുവാനുള്ള സാധ്യതകളും ഏറെയാണ്. രണ്ടാമതായി 29-ാം തീയതി നടക്കാൻ പോകുന്ന ഉഭയകക്ഷി ചർച്ചയാണ്. അത് മുസ്ലിം ലീഗുമായാണ്. മുസ്ലിം ലീഗിന് നിലവിലുള്ള സീറ്റിൽ നിന്ന് മൂന്നാമതൊരു സീറ്റ് കൂടി ചോദിക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ്. വയനാടാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും ശക്തമായ ലക്ഷ്യം. വയനാടാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന്റെ മുന്നോടിയായിട്ടാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെ പറ്റി ഒരു ചർച്ച ആവശ്യമുണ്ട് എന്ന് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. നിലവിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ അവിടെ മുസ്ലിം ലീഗിന് നൽകണം എന്നുള്ളതാണ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ ആവശ്യം. വയനാടിന്റെ പല പ്രദേശങ്ങളിലും മുസ്ലിം ലീഗ് വളരെ ശക്തമാണ്, കോൺഗ്രസിനേക്കാൾ ശക്തമാണ്. അതുകൊണ്ട് UDFന്റെ ഭാഗമായി മുസ്ലിം ലീഗിന് അവിടെ സീറ്റ് നൽകണമെന്ന ആവശ്യം വളരെ ശക്തമാണ്. ഒരു പക്ഷേ അവിടെ നൽകില്ല എന്നൊരു തീരുമാനത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിച്ചുകൊണ്ട് 20 സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസിനുള്ളത് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ലീഗിനും കോൺഗ്രസിനും വലിയ ഭിന്നിപ്പുണ്ടാകുവാനുള്ള സാധ്യതകളും ഏറെയാണ്. അങ്ങനെ പറയുവാൻ കാരണം മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് വയനാട് തന്നില്ലെങ്കിൽ മറ്റൊരു ലോക്സഭാ മണ്ഡലവും തങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ്. പിന്നീട് RSPയുമായുള്ള ചർച്ചയാണ്. 30-ാം തീയതി RSPയുമായുള്ള ചർച്ച നടത്തും. RSPക്ക് നിലവിലുള്ള കൊല്ലം സീറ്റ് മാത്രം മതി. വലിയ കടുംപിടുത്തങ്ങൾക്കൊന്നും RSP നിൽക്കുന്നില്ല. കയ്യിലുള്ള സീറ്റ് ഭദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് RSP പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അതിൽ നിന്ന് വായിക്കേണ്ടത്. എന്തായാലും ഉഭയകക്ഷി ചർച്ചകളൊക്കെ വളരെ കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. നേതൃമാറ്റത്തിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് എന്ന പ്രാധാന്യം കൂടി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെയും K സുധാകരന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ നേതൃത്വം മോശമാണെന്ന് പറഞ്ഞവർക്കുള്ള മറുപടി നൽകുവാനുള്ള അവസരമാണ്. ആ മറുപടി അവർ നൽകുമോ എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. 20 സീറ്റുകളും നേടിക്കൊടുത്തുകൊണ്ട് നഷ്ടപ്പെട്ട ആലപ്പുഴ കൂടി തിരിച്ചു പിടിച്ചുകൊണ്ട് അവിടേക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്ന ഒരു സന്ദേശം നൽകുവാൻ നിലവിലത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുമോ എന്ന് കണ്ടറിയേണ്ടത് ഈ തിരഞ്ഞെടുപ്പിലാണ്. കാലാകാലങ്ങളായി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ വലിയ ഭിന്നിപ്പുകളും പ്രതിഷേധങ്ങളും ഒക്കെ അലയടിക്കാറുണ്ട്. പക്ഷേ അവസാന നിമിഷങ്ങളിൽ അത് കോൺഗ്രസ് ചർച്ച ചെയ്ത് നയപരമായി പരിഹരിക്കാറുമുണ്ട്. പക്ഷേ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി വായിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലും കേന്ദ്രത്തിലും ഭരണമില്ലാത്ത കോൺഗ്രസിന് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ക്ഷയിച്ചു പോയിട്ടില്ല, ശക്തമായി തന്നെ രാഷ്ട്രീയ കേരളത്തിലും രാഷ്ട്രീയ ഇന്ത്യയിലുമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തേണ്ട സാഹചര്യം കൂടി നിലവിൽ നിൽക്കുന്നത് കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ കോൺഗ്രസ് കാണേണ്ടതുണ്ട്. സ്വാഭാവികമായും ഉഭയകക്ഷി ചർച്ചയ്ക്ക് അവസാനം വരുന്ന സ്ഥാനാർത്ഥി പട്ടിക
ശക്തമായിരിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്ന കോൺഗ്രസ് അനുഭാവികളും ചില നേതാക്കന്മാരുമുണ്ട്. എന്തായാലും ഉഭയകക്ഷി ചർച്ചകൾ സജീവമായി നടക്കുന്നു. അതിനുശേഷം 20 മണ്ഡലങ്ങളും തങ്ങൾക്ക് പിടിക്കണമെന്ന ആവശ്യത്തോടു കൂടി ഒറ്റക്കെട്ടായി നിൽക്കുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ആ ശ്രമം സഫലമാകുമോ വിഫലമാകുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ശക്തമായ രീതിയിൽ കേരളത്തിൽ കോൺഗ്രസിന് വേരുറപ്പിക്കുവാൻ സാധിക്കുമോ? ദേശീയ തലത്തിൽ രാമക്ഷേത്ര നിർമ്മാണത്തെയൊക്കെ മറികടന്നുകൊണ്ട് ജനാധിപത്യപരമായ ഒരു പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൽ ഭരണത്തിൽ എത്തുവാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുമോ എന്നുള്ളതൊക്കെ വരാൻ പോകുന്ന ഏപ്രിൽ മാർച്ച് ദിവസങ്ങളിൽ അറിയുവാൻ സാധിക്കും എന്ന് തന്നെ കരുതാം.